അപ്പോൾ മനസ്സിലായി ഞങ്ങളാരും പാർട്ടിയിൽ ചേർന്ന കാലത്തെയും പ്രവർത്തിച്ച കാലത്തെയും ഒരു സ്ഥിതിയല്ല ഇപ്പോഴത്തെ ആലപ്പുഴ പാർട്ടിയിലെ കാര്യമാണ്. കേരളമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് സമാധാനം പറയേണ്ട ഇവിടുന്ന് പോയി നിൽക്കുന്ന ഈ സ്റ്റേറ്റ് കമ്മിറ്റി ലീഡേഴ്സും ഈ ജില്ലാ നേതൃത്വമാണ്. അവർ പരിശോധിക്കട്ടെ. വേണേ പരിശോധിക്കാൻ ഇലക്ഷനൊക്കെ വരികയല്ലേ. ഈ ഇലക്ഷനിലൊക്കെ ഇതൊക്കെയാണോ ജനങ്ങളോട് പറയാൻ പോകുന്നത്? ഞങ്ങൾ സുധാകരനെ 340 നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വോട്ട് തന്നില്ല. സുധാകരനെ തെണ്ടി, പട്ടി, നായ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം ഞങ്ങൾ വോട്ട് തരുന്നത് വലിയ പ്രസംഗിക്കാൻ പോണേ. വെറുതെ പ്രസംഗിക്കാൻ പാർട്ടി നയം പ്രസംഗിക്കുന്നില്ല ലെവലായാലും. ഞാനിപ്പോഴും പാർട്ടിയുടെ നയമാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാവത്തില്ല, അത് പഠിച്ചവർക്കേ മനസ്സിലാവൂ. ഇതൊക്കെ ബേസിക്. ഞാൻ പറഞ്ഞോ 30-35 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്പനിയുടെ ചെയർമാനായിരുന്നു. ഡൽഹിയിലെ പാർട്ടി സ്കൂളിൽ പോയി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. ഇനിയിപ്പം അവരൊരു ഏജ് ബാർ വെച്ചത് കൊണ്ട് എനിക്ക് അത്ര ആയില്ലെങ്കിൽ പോലും നമ്മൾ ഒഴിഞ്ഞു. നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് കോൺഗ്രസിൽ പോവുക. ആദ്യം പറഞ്ഞ് BJP പോകണം, BJP പോവുക. ഇപ്പം അതൊക്കെ നിർത്തി കോൺഗ്രസിൽ പോവുക. എന്തോ പറയേണ്ട കാര്യം? എന്തടിസ്ഥാനത്തിലായി പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയില്ലാതെ, പാർട്ടിയുടെ നിലപാടുകൾ അറിയാതെ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നവർക്ക് പാർട്ടി നയം അറിയത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇന്ത്യ മുന്നണിയിൽ CPM സഹകരിക്കുകയല്ലേ? അത് കോൺഗ്രസ് അല്ലേ അതിന് നേതൃത്വം? അല്ലേ? ഇവിടെ അതിൻ്റെ ആവശ്യമില്ലെന്നുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പറ്റും. ഒറ്റയ്ക്ക് പറ്റാത്ത ഒരു കാലം ഒരു വന്നു സങ്കല്പിക്കുക, ഉണ്ടാവുമല്ല. BJP കുറച്ചങ്ങ് കയറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യോജിപ്പ് വേണ്ടി വരും BJPയെ തടയാൻ. ആ സ്ഥിതി മറ്റുള്ളിടത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിന്നില്ല. അതുകൊണ്ടാണ് സാധ്യതയില്ല ഇവിടെ. കാരണം പാർട്ടി രക്തസാക്ഷികളുടെ പാർട്ടി ആയതുകൊണ്ട് അത് ഞാൻ ഒരുപാട് തളരത്തില്ല ഇവിടെ. 1% അങ്ങോട്ട് മാറിയ പിന്നെ 2% കയറി വരും. അങ്ങനെയാണല്ലോ. ഈ രാഷ്ട്രീയം അറിയില്ല. മറ്റൊന്ന്, കോൺഗ്രസിനെ പോലും പറയുന്ന കാര്യം എന്താ? കോൺഗ്രസിന്റെ വേദിയിൽ പോയി പ്രസംഗിച്ചു. അങ്ങനെയുണ്ട് രാഷ്ട്രീയം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ മണ്ഡലത്തിൽ തന്നെ 2 പഞ്ചായത്ത് കോൺഗ്രസുമായിട്ട് ചേർന്ന. അതെ, കോൺഗ്രസുമായിട്ട് ചേർന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമല്ലേ? അത് പാർട്ടി നയത്തിന്. പാർട്ടി ഒരിക്കലും കോൺഗ്രസുമായി രാഷ്ട്രീയ ഐക്യമനം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോ കോൺഗ്രസിന്റെ വേദിയിലല്ല പോയത്, അവരുടെ സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിച്ച സെമിനാറിനാണ് പോകുന്നത്. വിവിധ അഭിപ്രായങ്ങൾ വരുന്നതിനാണ് സെമിനാർ. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം എന്നെ മാത്രമേ വിളിക്കുകയും ചെയ്യില്ല, വേറെ ആരെയും വിളിക്കില്ല. എന്താ എൻ്റെ കുറ്റാണോ? അത് പറയാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞാലേ അത് ക്രെഡിബിലിറ്റി വരൂ എന്നവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അവരുടെ അഭിപ്രായം പറയാൻ, അവരുടെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. ആകെ 2 തവണ പോയിട്ടുള്ളൂ ഇതുവരെ, ഇത്രയും കാലത്തിനുള്ളിൽ. കോൺഗ്രസ് വേദിയിൽ ഇരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് ചിരിക്കുന്നു. വേദിയിൽ രാഷ്ട്രീയം നോക്കിയാണ് സീറ്റിടുന്നത്. എന്ത് പ്രസ്ഥാനത്തിന് എന്ത് സംഭാവന ഇവർ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ. അപ്പോൾ ഒന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച സെമിനാറാണ്. അവരെന്നെയും വിളിക്കും. ഉദ്ഘാടനമൊന്നുമല്ല, പ്രധാന സുധീരനെ കണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചത് ശിവഗിരി മഠത്തിൽ അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ മാസികയിൽ ഈ പ്രസംഗം കംപ്ലീറ്റ് കൊടുത്തു. അവിടെ ഞാൻ മാസ്റ്റർ ലെനിസോക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആർക്കും ഒരു വിഷമമുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് അവന്മാരാരെങ്കിലും വായിച്ചിട്ടുണ്ട്? ഇവരാരെങ്കിലും? അതാണ് രണ്ടാമത് ഇവിടെ ഗവൺമെന്റ് ജംഗ്ഷനിലെ ഗവൺമെന്റ് സ്ക്വയറിലെ ഇവിടെ സാംസ്കാരിക രാഷ്ട്രീയവും സംസ്കാരവും. കോൺഗ്രസും സംസ്കാരവും അല്ല, രാഷ്ട്രീയവും സംസ്കാരവും.